Hi, hello, welcome back to my YouTube channel Blush with Arya. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമുക്ക് ഗ്ലൂട്ടോത്തയോണിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഗ്ലൂട്ടോത്തയോൺ ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ അത് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഫേസിൽ എന്തൊക്കെ അപ്ലൈ ചെയ്തിട്ടും സ്കിൻ ചിലർ പറയുന്നുണ്ട് സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഫേസ് പാക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ അപ്പോൾ ഒരു നിറം ഉണ്ടാവും, അതിനുശേഷം വീണ്ടും പഴയതുപോലെ ആവുന്നു എന്ന് പറയുന്നതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ച് നമ്മൾ പുറത്ത് മാത്രം അപ്ലൈ ചെയ്താൽ പോരെ, നമ്മുടെ ഉള്ളിലേക്കും എന്തെങ്കിലുമൊക്കെ സ്കിൻ വൈറ്റനിങ്ങിലുള്ള നല്ല നല്ല ഡ്രിങ്ക്സ് കുടിക്കുന്നതാണ്. ഡ്രിങ്ക്സ് കുടിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ അതിനൊരു ഗുണം കൂടി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഗ്ലൂട്ടോത്തയോൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ ബോഡിയിലുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പുറത്ത് തള്ളിയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനാണ് ഈ ഒരു ഗ്ലൂട്ടോത്തയോൺ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ ബോഡിയിലേക്ക് നമ്മളൊരു ഗ്ലൂട്ടോത്തയോൺ ഡ്രിങ്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് നമ്മുടെ ബോഡിയിലുള്ള ഫുൾ വേസ്റ്റ് അല്ലെങ്കിൽ എല്ലാ വിഷാംശവും കളഞ്ഞ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ മെലാനിൻ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന മെലാനിൻ ലൈറ്റൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഗ്ലൂട്ടോത്തയോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രിങ്ക്, നമുക്കറിയാം ഗ്ലൂട്ടോത്തയോൺ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ, നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കൊടുക്കണം. വീട്ടിൽ തന്നെ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന, അതായത് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഗ്ലൂട്ടോത്തയോൺ ഡ്രിങ്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും നന്നായിട്ട് ഗ്ലോ കൊണ്ടുവരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്ലൂട്ടോത്തയോൺ ഡ്രിങ്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുമെന്ന് ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങളൊരു കല്യാണത്തിനൊക്കെ, അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കല്യാണത്തിന് കുറച്ച് മാസങ്ങളാണ് ഉള്ളത്, നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യണം. കല്യാണത്തിന് ഒരുങ്ങുന്നവർക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൽ കുറച്ച് അളവ് നമ്മൾ മാറ്റം വരുത്തും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഇതിനൊക്കെ വെഡിങ്ങിനൊക്കെ വേണ്ടി നിങ്ങൾ തയ്യാറായി നിൽക്കണം, നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യണം, ബ്രൈറ്റൻ ചെയ്യണം, ഗ്ലോ ഉണ്ടാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഡ്രിങ്ക് നിങ്ങളൊരു 10 ദിവസം ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് എല്ലാം മാറ്റി നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യണം. അതായത് ഒരാഴ്ച മാത്രം ഇത് കുടിച്ച് നമുക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ചാൽ മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഗ്ലോ നമുക്കൊരു 10 ദിവസം കഴിയുന്നതിന് ശേഷം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ ആ ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മാസമെങ്കിലും നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണം. സോ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 ക്യാരറ്റും 1 ബീട്രൂട്ടാണ്. ഈ ഒരു ബീട്രൂട്ട് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഞാനൊരു ചെറിയ സ്മോൾ സൈസ് ക്യാരറ്റാണ്, അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വലിയതാണെങ്കിൽ നിങ്ങൾ 1 എടുത്താൽ മതി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ആയിട്ട് അരിയുക. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ ചെറിയൊരു ബീട്രൂട്ടിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് ഇത്ര മതി. നിങ്ങൾ ഇപ്പോൾ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ 1 ക്യാരറ്റും അതുപോലെ തന്നെ ആ ബീട്രൂട്ടിൻ്റെ 2 പീസ് മാത്രം കട്ട് ചെയ്ത് വെച്ചില്ല, ആ 2 പീസ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് വെള്ളം ആഡ് ചെയ്യണം. ഞാൻ വെള്ളം നന്നായിട്ട് ചേർക്കാറുണ്ട് കേട്ടോ, എന്നാൽ മാത്രം ബോഡിയിൽ എല്ലാം അവിടെ എത്താറുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് ചേർക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കാതെ കുടിക്കണം എന്നുള്ളവർ അങ്ങനെയും കുടിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മധുരമൊന്നും ചേർക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചിയ സീഡ്സ്. ഇതിൽ ധാരാളം വൈറ്റമിൻ എയും സിയും അയൺ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ, പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല റേഡിയൻറ്റ് സ്കിന്ന് കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ഉണ്ടെങ്കിൽ അത് മാറാനും ഹെയർ ഗ്രോത്തിനും സ്കിന്നിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചിയ സീഡ്സും. ക്യാരറ്റൊക്കെ നമ്മുടെ കണ്ണിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഫുൾ ബോഡിയിലും നല്ല ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. പിന്നെ ബീട്രൂട്ടിൻ്റെ അളവ് കൂടാൻ പറ്റില്ല, ഇതിൽ ഒരുപാട് കാൽസ്യം ഉണ്ട്. അപ്പോൾ കാൽസ്യം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവരൊന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. ബീട്രൂട്ടിൻ്റെ അളവൊന്നും കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ബീട്രൂട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഒരു ബീട്രൂട്ടൊക്കെ എടുത്ത് ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബീട്രൂട്ടൊക്കെ എടുത്ത് ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. കാൽസ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് കൂടപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. പകുതി മാത്രം അല്ലെങ്കിൽ കുറച്ച്
അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സ്കിൻ വൈറ്റനിങ് മാത്രമല്ല നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും, ഹെയർ ഗ്രോത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് സ്കിന്നിനും ഹെയറും ഫുൾ ബോഡിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് ഈ ഒരു ഗ്ലൂട്ടോത്തൈൻ. നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരം നിങ്ങൾ കഴിച്ചാൽ മാത്രം മതി. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കുന്നത് അത്ര നല്ലത്. അതിരാവിലെ എണീച്ച് വെറും വയറ്റിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കണം എന്ന് ഞാൻ പറയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് അപ്പം തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനും പറയില്ല. അങ്ങനെ കഴിച്ചാലും വെറും വയറ്റിൽ കഴിച്ചാൽ നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ നമുക്കത് എല്ലാവർക്കും അത് ചേരണമെന്നില്ല. ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ചിലപ്പോൾ എല്ലാവർക്കും അത് ചേരണം എന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴാണ് കുടിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കഴിക്കുന്നത് ഒരു വൈകുന്നേരം ഫുഡ് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ്. അതായത് ഒന്നുമില്ലെങ്കിൽ 7 മണിക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു 8 മണി 7 മണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചായയൊക്കെ അങ്ങനത്തെ കുടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചായക്ക് പകരമായിട്ട് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ചായ കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കാം. ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്യാരറ്റാണ് എടുക്കുന്നതെങ്കിൽ ക്യാരറ്റിൻ്റെ പകുതി മാത്രം അളവെടുക്കുക. വലിയ ക്യാരറ്റാണെങ്കിൽ അതിന് പകുതി എടുക്കുക. നമ്മൾ മുതിർന്നവർക്ക് എത്രയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ മുതിർന്നവർക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് എടുക്കുമ്പോൾ അതിന് പകുതി മാത്രം എടുത്താൽ മതി. ബീട്രൂട്ട് ചേർക്കണമെന്നില്ല, ബീട്രൂട്ട് വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ചേർക്കുക, അത്ര മാത്രം മതി. ചിയ സീഡ്സിൻ്റെ ആവശ്യമൊന്നും കുട്ടികൾക്കില്ല, അതുകൊണ്ട് ചിയ സീഡ്സ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ക്യാരറ്റും നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു അളവ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നമുക്കിതുപോലെ അരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ ചേർക്കാം കേട്ടോ. നാരങ്ങ എനിക്ക് ചേർക്കുന്നത് ഇഷ്ടമല്ല പേഴ്സണലി. പിന്നെ അതുപോലെ തന്നെ നാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഓറഞ്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓറഞ്ചും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തേനോ ഷുഗറോ അല്ലെങ്കിൽ വേറെ നീ ബ്രൗൺ ഷുഗറോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് അത് നല്ലതല്ല. അപ്പോൾ ഞാൻ എപ്പോഴും കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇതൊന്നും ചേർക്കാറില്ല. പ്ലെയിൻ ആയിട്ട് അതിലുള്ള എന്താണോ മധുരം അത് മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. നമുക്ക് കുടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും നല്ലതാണ്. ഇല്ല ചിയ സീഡ്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചിയ സീഡ്സ് ചേർക്കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ചിയ സീഡ്സിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പൊമഗ്രാനേറ്റ് ഉപയോഗിക്കാം, ക്യാരറ്റും ബീട്രൂട്ടും ഇത് 3 കൂടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഓറഞ്ചും ക്യാരറ്റും ബീട്രൂട്ടും ഇത് 3 കൂടി ഉപയോഗിക്കാം. ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാകാം കേട്ടോ. അപ്പോൾ സ്കിൻ ലൈറ്റനിങ് ചെയ്യണം, ബ്രൈറ്റൻ ചെയ്യണം, ഗ്ലൂട്ടോത്തയോൺ വാങ്ങി കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്കൊക്കെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ ഫേസ് പാക്കൊക്കെ നിങ്ങൾ ഇടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്കും കൂടി നമ്മൾ ബോഡിയിലേക്കും കൂടി കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫേസ് പാക്കുകളിൽ കുറേയധികം ഫേസ് പാക്ക്, സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് കാണുന്ന പകുതി വരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബെല്ലൈക്കണം കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് മറ്റു വേണം വേണ്ടയോ എന്നൊക്കെ എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.